ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, ചിക്കുവിൻ്റെ അമ്മയുണ്ട്, ചിക്കുവുണ്ട്, ചിക്കുവിൻ്റെ സിസ്റ്ററുണ്ട്, സിസ്റ്ററിൻ്റെ കൊച്ചുണ്ട്. നമ്മൾ ഇത്രയും പേരും കൂടിയിട്ടാണ് നമ്മുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുത്താമ്പളിയിലുള്ള ശിവറാം ടെക്സിലാണ് കേട്ടോ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ എടുക്കാനുള്ളത്, നമുക്ക് എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാനുണ്ട്, പിന്നെ ചിക്കു എനിക്ക് തരുന്ന പുടവ ഡ്രസ്സുമാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വെഡ്ഡിങ് സാരി ഒരു റെഡ് സാരി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഗ്രീൻ ഹൈലൈറ്റ് ബോർഡറൊക്കെ ആയിട്ടുള്ള ഒരു സാരിയാണ് എൻ്റെ പ്ലാനിലുള്ളത്. അതുപോലെ ചിക്കു തരുന്ന പുടവ സാരി ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു സാരി എടുക്കണം എന്നായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ ശിവറാം ടെക്സിലെത്തി നമ്മുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ സാരി തേച്ചിൽ അങ്ങോട്ട് തുടങ്ങി. ആദ്യം തന്നെ അവർ നമുക്ക് ഈ ഒരു റെഡ് ഷെയ്ഡിലുള്ള സാരിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഗ്രീൻ ബ്ലൗസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ സാരിക്ക് റെഡ് ബ്ലൗസിലുള്ള ഒരു സാരിയായിരുന്നു. ഒരു മൊത്തത്തിലുള്ളൊരു റെഡ് ലുക്കാണ് എൻ്റെ ബ്രൈഡൽ ലുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ റെഡ് ഷെയ്ഡിൽ വേറെ സാരി നോക്കിയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടാത്ത കാരണം നമ്മൾ എൻ്റെ ഡ്രസ്സ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചിക്കു എനിക്ക് തരുന്ന പുടവ സാരിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടർന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് ഈ ഒരു ഗ്രീൻ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരി ആയിരുന്നു. ഈ സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു സാരി ആയിരുന്നു കേട്ടോ. ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സാരീസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ 2-3 സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മൾ തേർഡ് ട്രൈ ചെയ്ത സാരി. ഈ 3 സാരിയും നമുക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ ആയി ഇതിൽ ഏത് സാരി വേണം എടുക്കണമെന്ന്. നമ്മൾ വീണ്ടും വീണ്ടും വെച്ച് നോക്കുകയായിരുന്നു കേട്ടോ, എനിക്ക് ഏത് സാരിയാണ് കൂടുതൽ സ്യൂട്ട് ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫൈനലി നമ്മൾ ഈ 3 സാരിയിൽ നിന്ന് ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ ഏത് സാരി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ സെറ്റുമുണ്ട് സെറ്റ് സാരി സെക്ഷനിലോട്ട് പോയി കേട്ടോ. നമുക്ക് ദക്ഷിണ ഫംഗ്ഷനുള്ള സെറ്റുമുണ്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. സെറ്റുമുണ്ടിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് 2 സെറ്റുമുണ്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ദക്ഷിണ ഫംഗ്ഷനുള്ളതും ഒന്ന് നമ്മൾ ജസ്റ്റ് അമ്പലങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ 2 സെറ്റുമുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. ഒരു മെറൂൺ ബോർഡറിൽ ഒരു സർക്കിൾ ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റുമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റുമുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സെറ്റുമുണ്ട് സെറ്റ് സാരിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കുത്തമ്പുള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാം. ഇനിയും നമ്മൾ നമ്മുടെ വെഡ്ഡിങ് സാരി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് സാരി മേടിക്കാൻ വേണ്ടി നെക്സ്റ്റ് ആയിട്ട് പോയത് നമ്മുടെ തൃശ്ശൂരുള്ള ജയലക്ഷ്മിയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുത്താമ്പള്ളിയിൽ നിന്ന് നേരെ തൃശ്ശൂരുള്ള ജയലക്ഷ്മിയിലോട്ട് എത്തിയിട്ടാം. ഇവിടെയും നമ്മുടെ സാരീനെ പറ്റിയിട്ടുള്ള ഐഡിയാസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. എനിക്ക് റെഡ് സാരിയിൽ ഗ്രീൻ ഹൈലൈറ്റ് ബോർഡറുള്ള സാരി തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവരെ അതുപോലെയുള്ള സാരികളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ഐഡിയാസൊക്കെ വെച്ച് അവരെനിക്ക് കുറച്ച് സാരികളൊക്കെ കാണിച്ചു തന്നു. പക്ഷേ എൻ്റെ സങ്കല്പത്തിലുള്ള സാരി പോലത്തെ ഒരു സാരി ആയിരുന്നില്ല അവർ കാണിച്ചു തന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് ഈ സാരിയൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു സാരി അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സാരി എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, നേരെ അമ്മയ്ക്കും ചേച്ചിക്കുള്ള സാരി നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഈ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അമ്മയ്ക്ക് എടുത്ത ഒരു സാരി. പക്ഷേ ഇതായിരുന്നില്ല കേട്ടോ അമ്മ കല്യാണത്തിന് ചുറ്റിയിട്ടുള്ള സാരി. അപ്പോൾ ഇവിടുന്ന് അമ്മയ്ക്കൊരു സാരിയും പിന്നെ ചേച്ചിക്കൊരു സാരിയും പിന്നെ ഒരു സാരിയും കൂടി എടുത്തിട്ട് നമ്മൾ സാരി സെക്ഷനിൽ നിന്ന് നേരെ ഹൽദി ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫസ്റ്റ് നമ്മൾ ഹൽദിക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും തന്നെ എനിക്ക് സൈസ് പാകാവുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ സൈസ് പാകായാലും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലെഹങ്കാസും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ ബ്ലൗസ് റെഡിമെയ്ഡ് എടുത്തിട്ട് സ്കേർട്ട് പോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ സെക്ഷനിലോട്ട് പോയി. പക്ഷേ ഈ ബ്ലൗസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. നമ്മൾ ലാസ്റ്റ് മെറ്റീരിയൽ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ ഹൽദിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോയി കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ നമ്മൾക്ക് കുറച്ചധികം തന്നെ കളക്ഷൻസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്രോപ്പ് ടോപ്പും ഒരു ധോത്തി ടൈപ്പ് സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്യാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു മെറ്റീരിയൽസ് ഒന്നും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെഡ്ഡിങ് ഡ്രസ്സും ഹൽദിയുടെ ഡ്രസ്സൊക്കെ നോക്കി വന്നപ്പോഴേക്കും ടൈം ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ പർച്ചേസ് നമ്മൾ അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു.
ഇന്ന് നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് ഡേ 2 ആണ്. ആക്ച്വലി ഇത് നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് വന്നതല്ല, ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വന്നായിരുന്നു. പിന്നെ ഏതായാലും വന്നതല്ലേ, കട കണ്ടപ്പോൾ നമ്മൾ വെഡ്ഡിങ് സാരി നോക്കാൻ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുത്തു. റെഡ് സാരി ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ എന്നൊക്കെ ഇവിടെയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ആ സാരി നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി വെഡ്ഡിങ് സാരീസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല സാരീസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലത്തെ സാരി റെഡ് ആൻഡ് ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ ആയതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ നമ്മുടെ മനസ്സിലുള്ള ആ സാരിയായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. റെഡ് സാരി ഗ്രീൻ ഹൈലൈറ്റ് ബോർഡറൊക്കെ ഉള്ള സാരിയായിട്ട് വന്നു. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനും ഗ്രീൻ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു റെഡ് ബ്ലൗസ് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ട് ഇടാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റെഡ് ബ്ലൗസ് കുറേ സെർച്ച് ചെയ്തു. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ റെഡ് ബ്ലൗസ് നോക്കാൻ പോയ ടൈമിൽ നമ്മൾ ഹൽദിക്ക് പറ്റിയത് വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും തന്നെ നമുക്ക് പറ്റിയത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി നടന്നു കേട്ടോ, നമുക്ക് പറ്റിയത് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ചധികം നേരം നമ്മൾ നോക്കി, പക്ഷെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിന്നും ഷൂ സെക്ഷനിലോട്ട് പോയിട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല അടിപൊളി വൈറ്റ് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 1-2 ഷൂസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ഞാൻ 2-3 കയ്യിലുള്ളതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാൻഡൽസൊക്കെ നല്ല അടിപൊളി സാൻഡൽസ് ആയിരുന്നു. എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡേ 2 മോർണിംഗ് നമ്മൾ ശോഭ മാളിൽ നിന്ന് വെഡ്ഡിങ് സാരി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡേ 2 നൈറ്റ് ആയപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള കല്യാൺ സാരീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെഡ്ഡിങ് സാരി നോക്കാനായിട്ട് തന്നെ. പക്ഷേ അവിടുന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ വെഡ്ഡിങ് സാരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേ 2 വെഡ്ഡിങ് പർച്ചേസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് ഡേ 3 ആയിട്ടോ. നമ്മളൊരു ഏപ്രിൽ ടൈമിലായിരുന്നു കേട്ടോ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡേ 1 ഡേ 2 കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 3 പോകുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും നമുക്ക് സാരി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ നമുക്ക് കുറച്ചധികം കളക്ഷൻസ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രീൻ കളർ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ യെല്ലോ കളർ സാരിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സാരിയായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിച്ച സാരി റെഡ് കളർ സാരിയും ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അമ്മയ്ക്കും ചേച്ചിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്മയ്ക്ക് ഈ ഒരു സാരിയായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് വെഡ്ഡിങ് ഡേ ഇടാനുള്ള സാരിയും അതുപോലെ റിസപ്ഷൻ ഡേ ഇടാനുള്ള സാരിയും പിന്നെ എനിക്ക് ഹൽദിക്കുള്ള ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ കുന്നംകുളം കല്യാണം തന്നെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോയിട്ടോ. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഈ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതുപോലുള്ളൊരു നെറ്റ് മോഡൽ സാരി ആയിരുന്നു കേട്ടോ റിസപ്ഷന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡേ 3 അതിവിദഗ്ധമായ പർച്ചേസിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇനിയും നമുക്ക് വെഡ്ഡിങ് സാരി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഓൺലൈൻ വഴി മേടിക്കാമെന്നായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. ഞാൻ ഓൺലൈൻ ഒരു സാരി ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെഡ്ഡിങ് സാരി ഓൺലൈൻ മേടിക്കാനുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ നമ്മൾ അത് ആദ്യം തന്നെ മേടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല. ഇനി നമ്മൾ നേരെ രണ്ടും കൽപ്പിച്ച് ആ ഓൺലൈനിൽ നിന്ന് സാരി ഓർഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി മേടിച്ചിട്ടുള്ള എൻ്റെ വെഡ്ഡിങ് സാരി എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഭയങ്കര അധികം ടെൻഷനിലായിരുന്നു കേട്ടോ ഈ സാരി എൻ്റെ കയ്യിൽ കിട്ടി ഓപ്പൺ ചെയ്യുന്നത് വരെ. കാരണം ഇതിൻ്റെ കളർ എങ്ങനെ ഉണ്ടായിരിക്കും,
വല്ല ഡിഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ചേരുമോ, ഞാൻ മനസ്സിൽ വിചാരിച്ച കളർ തന്നെയായിരിക്കും എന്നുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാനിത് അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ നമ്മുടെ വർക്കും അതുപോലെ തന്നെ പർച്ചേസും എല്ലാം കൊണ്ട് ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്ത് അത്യാവശ്യം പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഫുഡ് കഴിക്കലും ഞാൻ ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ കേട്ടോ. അങ്ങനെ നമ്മൾ സാരി ഓപ്പൺ ചെയ്യാണ്. ഞാൻ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്യണ സമയത്ത്. അങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. ബോക്സ് ഓപ്പൺ ആക്കി എനിക്ക് സാരി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അതേ റെഡ് കളർ തന്നെയായിരുന്നു കേട്ടോ സാരിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ വിചാരിച്ച അതേ പാറ്റേൺസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സാരിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് സാരിയിൽ. ഞാൻ എൻ്റെ ഈ വെഡ്ഡിങ് സാരിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഷോപ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എവിടുന്ന് എൻ്റെ മനസ്സിലുള്ള പാറ്റേണിലുള്ള സാരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ ഉണ്ടായാൽ തന്നെ അതിന് ഗ്രീൻ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ റെഡ് ബ്ലൗസ് ഉള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി എനിക്ക് ഈ സാരി കിട്ടിയത് ട്രിവാൻഡ്രത്തുള്ള മാർക്കാണ്ട വീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞാനിത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. സാരി ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വീഡിയോയിൽ എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അതേ റെഡ് ഷെയ്ഡിലുള്ള സാരി, അതുപോലെ ഗ്രീൻ ഹൈലൈറ്റ് ബോർഡർ, അതിൽ ബോഡിയിൽ ഫുള്ള് ആന, മയിൽ, അതുപോലെ കുതിര, സിംഹം അങ്ങനെയുള്ളൊരു പാറ്റേണിലുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെഡ്ഡിങ് സാരി. പ്യുവർ കാഞ്ചീപുരം സിൽക്ക് സാരി ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ പല്ല് വന്നിട്ട് ഫുൾ ഹെവിലി വീവ്ഡ് ആയിട്ടുള്ള ഒരു പല്ലുവാണ് ഇതിനുണ്ടായിരുന്നത്. അതുപോലെ ബ്ലൗസ് വന്നിട്ട് പ്യുവർ റെഡ് ഷെയ്ഡിൽ ഒരു ഗോൾഡൻ കസവ് ബോർഡർ ആയിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. ഒരു ചെറിയ ഗ്രീൻ ഹൈലൈറ്റ് ബോർഡറും ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി ഫുള്ള് ഇതുപോലെയുള്ള ആന, അതുപോലെ മയിൽ, കുതിര, പുലിയൊക്കെ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഗോൾഡ് പർച്ചേസ് ആണുള്ളത്. ഗോൾഡ് പർച്ചേസിന് നമ്മൾ സ്ഥിരം പോകാറുള്ളത് കുന്നംകുളത്തുള്ള തരകൻസ് റോയൽ ജ്വല്ലറിയിലാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് പർച്ചേസിന് നമ്മൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ അവർ നമുക്ക് ഒത്തിരി അധികം കളക്ഷൻസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മാലകൾ മാത്രമാണ് മേടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോൾഡ് പർച്ചേസും ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റായിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനുശേഷം നമ്മൾ താലി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതിൽ സെൻറ്ററിലെ താലിയായിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷനും അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഗ്രേപ്പ് കളറുള്ളത് ചിക്കുവിൻ്റെ വീട്ടിലെ ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ. അതുപോലെ ഫോട്ടോ ഉള്ളതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ഇൻവിറ്റേഷൻ കാർഡ്.
പിന്നീട് ഞങ്ങൾ പോയത് വെഡ്ഡിങ്ങിനുള്ള ഹിപ്പ് ചെയിൻ, ചുട്ടി, ഇയർ ചെയിൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണയിലുള്ള ലേഡീസ് പ്ലാനറ്റ് റെൻ്റൽ ജ്വല്ലറിയിലോട്ടാണ് കേട്ടോ. അവർ നമുക്ക് ഒത്തിരി അധികം കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ടി, ഹിപ്പ് ചെയിൻ, ഇയർ ചെയിൻ, അതുപോലെ ഹെയർ ആക്സസറീസ് എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിസ്റ്റർക്കുള്ള ചുട്ടിയും അവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ചുട്ടിയും വെച്ച് നോക്കിയിട്ട് ഫൈനലി ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ പർച്ചേസൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.